70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള, അതായത് 70 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഗവൺമെന്റ് കൊടുക്കുന്നു എന്ന് പത്രത്തിൽ വായിച്ചു കാണുമല്ലോ, അല്ലെങ്കിൽ ടി വിയിൽ കണ്ടു കാണും. സെപ്റ്റംബർ 11 തീയതിയാണ് അതിൻ്റെ ആ നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഷോട്ട് ഇട്ടിരുന്നു 2 ആഴ്ച മുമ്പ്. അതിനെക്കുറിച്ച് പല കോളുകളും വന്നു, മെസ്സേജുകളും വന്നു. അതിൽ പറഞ്ഞിരുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശരിയാണ്, അത് എൻ്റെയും കൂടി ഒരു ചെറിയ തെറ്റാണ്. യൂട്യൂബിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എങ്കിലും ലിങ്ക് ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. യൂട്യൂബ് അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ യൂട്യൂബിൽ ഇതാ ഈ ലിങ്ക് മോളിൽ, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും എഴുതിയിട്ടുണ്ട്. 70 കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആണോ? അതെ, 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള, ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, സീനിയർ സിറ്റിസൺ എല്ലാവർക്കും സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. ജീവിതത്തിലെ നല്ല സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് ഇവരൊക്കെ ജോലി ചെയ്തിട്ട് വന്നവരാണ്. ഇപ്പോൾ അവരെ കൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ റിച്ച് ആണെങ്കിലും പൂർ ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും എല്ലാവർക്കും ഒന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇനി ആ ഒരു ചോദ്യം വേണ്ട. റിച്ചോ പോരോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ്, അപ്പർ ക്ലാസ്, ഇങ്ങനെയൊന്നും വേണ്ട. ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. എങ്കിലും ഒരു നോട്ടീസിൽ ഞാൻ കണ്ടിരുന്നു, വാർഷിക വരുമാനം 18 ലക്ഷത്തിൽ കൂടുതൽ ഉള്ളവർ, അതായത് ഒരു മാസം 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് ഇത് പറ്റില്ല എന്ന് എവിടെയോ വായിച്ചിരുന്നു. പക്ഷേ ഗവൺമെന്റ് ഒറിജിനൽ നോട്ടിഫിക്കേഷൻ അത് ആ ഒരു കാര്യം ഞാൻ കണ്ടില്ല. 1.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു മാസം വരുമാനമുള്ളവർക്ക് എന്തിനാണ് സർക്കാരിന്റെ ഈ 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ്? അവർക്ക് വേറെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരല്ലേ. ഇത് ഫസ്റ്റ് ടൈം ആണോ ഇന്ത്യയിൽ? ഈ 70 കഴിഞ്ഞവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് ഫസ്റ്റ് ടൈമാണ്. 2024 സെപ്റ്റംബർ മാസത്തിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. വേറൊരു ഇൻഷുറൻസ് സ്കീമുണ്ട്, ABPMJ, ആയുഷ്മാൻ ഭാരത് PMJ. ഇത് 2018 മുതൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക്, ഫാമിലികൾക്ക് കൊടുത്തിരുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. ലോവർ ക്ലാസ്സിന്, പൂർ ഫാമിലികൾ, പാവപ്പെട്ടവന് കൊടുക്കുന്ന ഒരു സ്കീമായിരുന്നു. അതിന് എല്ലാവർക്കും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ 70 എന്നുള്ള ഒരു പ്രായപരിധി ഇല്ലായിരുന്നു. 70 താഴെയുള്ളവർക്കും അപ്ലൈ ചെയ്യാമായിരുന്നു. ഏത് പ്രായത്തിലുള്ളവർക്കും 70 കഴിഞ്ഞവർക്കും ആ ഇൻഷുറൻസിനുള്ള ബെനിഫിറ്റ് കിട്ടുമായിരുന്നു. അതിപ്പോഴും ഉണ്ട്, നിർത്തിയിട്ടൊന്നുമില്ല. ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് എങ്ങനെയാണ്? ഏതൊക്കെ ID പ്രൂഫാണ് ഇടേണ്ടത്? ആധാർ മാത്രം മതി. ആധാർ കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് വരും, അതുകൂടി ഒന്ന് എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ വേറെ ഒന്നും വേണ്ട. ഒരുപക്ഷെ ഇപ്പം നിങ്ങളുടെ അടുത്ത ചോദ്യം എനിക്കറിയാം എന്താ വരാൻ പോകുന്നതെന്ന്. ABPMJയിൽ നേരത്തെ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളവർ, അതിന്റെ ബെനിഫിറ്റ് എടുത്തവർ, അവർക്ക് ഈ PMJയിലെ ബെനിഫിറ്റ് എടുക്കാൻ പറ്റുമോ? രണ്ടും കൂടെ ഒന്നിച്ച് പറ്റില്ല. ABPMJയിൽ ഉള്ളവർക്ക് ഈ PMJയിലേക്ക് മാറാം, അല്ലെങ്കിൽ ABPMJ തന്നെ തുടരാം. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. പാവപ്പെട്ടവർക്ക് ABPMJ, അവിടെയുള്ളവർ തീർച്ചയായിട്ടും ആ ABPMJയിൽ തന്നെ തുടരാനായിരിക്കും ആഗ്രഹിക്കുന്നത്. വേറെ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഈ ഇൻഷുറൻസ് എടുക്കാമോ? പറ്റും, തീർച്ചയായിട്ടും സാധിക്കും. ധാരാളം പ്രൈവറ്റ് കമ്പനികളുണ്ടല്ലോ ഇന്ത്യയിൽ, ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികൾ കൂടാതെ. എത്ര ഇൻഷുറൻസ് വേണമെങ്കിലും ആകാം, അതിനകത്തൊന്നും യാതൊരു പ്രശ്നമില്ല. സർക്കാർ കൊടുക്കുന്ന ഇൻഷുറൻസുകളുണ്ട്, ESIC ഉണ്ട്, വേറെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ കൊടുക്കുന്ന, പെൻഷനേഴ്സിന് കൊടുക്കുന്ന ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്. അവർക്ക് പോലും ഈ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ ഇൻഷുറൻസ് സ്കീമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. യാതൊരു സംശയം വേണ്ട. ഈ ഇൻഷുറൻസിന് ടോപ്പ് ഉണ്ടോ? ഉണ്ട്. എല്ലാ ഇൻഷുറൻസും പോലെയൊക്കെ തന്നെയാണ് ഇതും. സർക്കാർ ഇങ്ങനെ ഒരു സ്കീം കൊണ്ടുവന്നു. ഈ സ്കീമിനെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ അത് LIC-യുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ന്യൂ ഇന്ത്യ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഓറിയന്റൽ ഇൻഷുറൻസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ സർക്കാർ കമ്പനികളുമായിട്ട് ചേർന്നുള്ള പ്രവർത്തനമായിരിക്കും ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണോ? സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞെങ്കിൽ മാത്രമല്ലേ എല്ലാ സ്റ്റേറ്റുകളും അത് പിന്തുടരുകയുള്ളൂ. പക്ഷേ ഇതിനുള്ള ഫണ്ടിങ് അത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ചേർന്ന് തന്നെയാണ് ചെയ്യുന്നത്. മൊബൈൽ ഫോണിൽ കൂടെ അപ്ലൈ ചെയ്യാമോ? തീർച്ചയായിട്ടും പറ്റും. ഇക്കാലത്ത് ആർക്കാ മൊബൈൽ ഇല്ലാത്തത്? അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇതിന് ഒരു മൊബൈൽ ആപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എപ്പോഴും കാർഡ് കൊണ്ടു നടക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ മൊബൈൽ തുറന്നിട്ട് ഈ ആപ്പ് തുറന്ന് നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ അവരെ കാണിക്കാനും സാധിക്കും. ആ ആപ്പിന്റെ പേരെന്താണ്? ഈ ആപ്പിന്റെ പേരാണ് ആയുഷ്മാൻ ആപ്പ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വല്ലതുമുണ്ടോ? ഇല്ല. അതെങ്ങനെയാണ് ലാസ്റ്റ് ഡേറ്റ് വെക്കുന്നത്? ഒരാൾക്ക് വരുന്ന ജനുവരി മാസത്തിലെ 70 വയസ്സാകുകയുള്ളൂ. അയാൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. കാരണം ആധാറിലുണ്ടല്ലോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജന്മദിനമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല. ആ വ്യക്തിക്ക് വരുന്ന ജനുവരി കഴിഞ്ഞിട്ടോ ഫെബ്രുവരി കഴിഞ്ഞിട്ടോ എപ്പോൾ വേണമെങ്കിലും അവർക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 68 വയസ്സുള്ള ഒരാൾക്ക് 2 വർഷം കഴിഞ്ഞായിരിക്കും 70 ആകുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് ഈ ഇൻഷുറൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഡേറ്റ് ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും. ഇതിനി എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. പബ്ലിക് ഇതിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? ഇതിനെക്കുറിച്ച് TV-യിലൊക്കെ ന്യൂസ് വന്നിരുന്നു, ന്യൂസ് പേപ്പറുകളിൽ വന്നിരുന്നു. ഇത് കൂടാതെ
ഇനി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാൻ, ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും. ജില്ലാ ഭരണാധികാരികൾ അല്ലെങ്കിൽ കലക്ടർ വഴി, അതല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുകൾ വഴി, വില്ലേജ് ഓഫീസുകൾ വഴി ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്യും. ഒരുപക്ഷെ പഞ്ചായത്ത് മെമ്പർമാർക്ക് പോലും ഇതിൻ്റെ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഭാവിയിൽ. എന്നോട് ഒരാൾ ചോദിച്ചിരുന്നു, ഇതൊക്കെ ചുമ്മാതെയാ, ഇതും കൊണ്ടൊക്കെ ഈ ഇൻഷുറൻസ് കാർഡൊക്കെ ആയിട്ട് ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, വെറുതെ അവർ അഡ്വാൻസ് കാശ് അടയ്ക്കാൻ പറയുമെന്ന്. ഇതിൽ ഇൻഷുറൻസ് കമ്പനിക്കാരെയോ അല്ലെങ്കിൽ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വലിയ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ദിവസത്തെ മുറി വാടക ചിലപ്പം 8,000 10,000 ഒക്കെ ആയിരിക്കും. 5 ലക്ഷം കവറേജുള്ള ഇൻഷുറൻസ് പ്ലാനും എടുത്തുകൊണ്ട് അതുപോലുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളോട് അഡ്വാൻസ് എമൗണ്ട് കെട്ടിവെക്കാൻ പറയും. വീടിനടുത്തുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയൊന്നും വലിയ ചാർജ് ആവത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് ഒന്നും ചോദിക്കില്ല. എങ്കിലും ഇതിനെക്കുറിച്ച് ആരാണ് അഡ്വാൻസ് ചോദിക്കുന്നത്, ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനാണ് അഡ്വാൻസ് ചോദിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാം എല്ലാം.